വെൽക്കം ടു എ വീഡിയോ അബൌട്ട് ന്യൂസ് റിപ്പോർട്ട്സ്. ഈ വീഡിയോയിൽ നാം 2 ന്യൂസ് റിപ്പോർട്ട്സ് ആണ് വിശദീകരിക്കുന്നത്. 10ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 2ാം അധ്യായം ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന കഥയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് റിപ്പോർട്ട്, പ്രോജക്റ്റ് ടൈഗർ എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട മറ്റൊരു ന്യൂസ് റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ സ്പെഷ്യാലിറ്റീസ് ഓഫ് ന്യൂസ് ഹെഡ്ലൈൻസ്, ഫീച്ചേഴ്സ് ഓഫ് ന്യൂസ് റിപ്പോർട്ട്സ് തുടങ്ങിയ കാര്യങ്ങളും ഈ വീഡിയോയിൽ നാം വിശദീകരിക്കുന്നുണ്ട്. ന്യൂസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിശദമായൊരു വീഡിയോ നേരത്തെ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഇവയെല്ലാം കണ്ട് ന്യൂസ് റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ന്യൂസ് റിപ്പോർട്ട്. ഒരു ന്യൂസ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ ഹെഡ്ലൈനാണ്. ന്യൂസ് ഹെഡ്ലൈനുകളെ കുറിച്ച് നാം ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് വിശദീകരിക്കാം. ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് ഓർ ന്യൂസ് റിപ്പോർട്ട് ഹെഡ്ലൈൻസ് have a special rule of grammar and written in a special style which are different from the ordinary English. ന്യൂസ് റിപ്പോർട്ട് ഹെഡ്ലൈനുകൾക്ക് പ്രത്യേക ഗ്രാമർ റൂൾസ് ആണ്. നമ്മുടെ സാധാരണ സെൻറ്റൻസുകളിൽ നിന്ന് വ്യത്യസ്തമായ ശൈലിയും ഗ്രാമർ റൂളുമാണ് ന്യൂസ് ഹെഡ്ലൈൻസിന് ഉണ്ടായിരിക്കുക. They are often not complete sentences, sometimes consist only noun phrases without any verbs. ന്യൂസ് ഹെഡ്ലൈനുകൾ മിക്കപ്പോഴും ഒരു പൂർണ്ണ സെൻറ്റൻസ് ആയിരിക്കുകയില്ല. ഏതാനും നൗണുകളോ അല്ലെങ്കിൽ നൗൺ ഫ്രേസുകളോ മാത്രം അടങ്ങുന്ന വേർബ് ഇല്ലാത്ത ഫ്രേസ് മാത്രമായിരിക്കാം അത്. നോർമലി നോ ഫുൾ സ്റ്റോപ്പ് മാർക്ക് ഈസ് യൂസ്ഡ്. മാത്രമല്ല ന്യൂസ് ഹെഡ്ലൈൻ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൽ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാറില്ല. ഒരു എക്സാമ്പിൾ കാണാം. മോർ പ്രൈസ് ഹൈക്സ് അഗൈൻ. വീണ്ടും വിലക്കയറ്റം എന്നർത്ഥം വരുന്ന ഈ ഹെഡ്ലൈൻ നോക്കൂ. ഇതിൽ 4 പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ ഇതൊരു സെൻറ്റൻസ് പോലെയല്ല. ഇതിലൊരു വേർബില്ല, അതിൽ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഈ ഫ്രേസ് പൂർണ്ണമായ ഒരർത്ഥം നമുക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലൊക്കെ ആയിരിക്കും മിക്കപ്പോഴും ന്യൂസ് ഹെഡ്ലൈനുകൾ ഉണ്ടാകുന്നത്. They often leave out articles the, a or an and verb be forms. ന്യൂസ് ഹെഡ്ലൈനുകളിൽ നിന്ന് ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ എ ഓർ ആൻ ഒഴിവാക്കപ്പെടും. അതുപോലെ തന്നെ വേർബ് ബി ഫോംസ്, വേർബ് ബിയുടെ ഫോമുകളായ ആം, ഈസ്, ആർ, വാസ്, വേർ തുടങ്ങിയ ഫോമുകളും സാധാരണഗതിയിൽ ന്യൂസ് ഹെഡ്ലൈൻസുകളിൽ ഉപയോഗിക്കാറില്ല. അവ ഓക്സിലറി വേർബുകളായിട്ട് വരുമ്പോൾ കണ്ടിന്യൂസ് ടെൻസ് ഫോമുകളുടെയും പാസീവ് ഫോമുകളുടെയും വേർബ് കൺസ്ട്രക്ഷനിൽ നിന്ന് വേർബ് ബി ഫോമുകൾ സാധാരണ ഒഴിവാക്കാറാണ് ന്യൂസ് ഹെഡ്ലൈനുകളിൽ പതിവ്. ഒരു എക്സാമ്പിൾ കാണാം. വുമൺ വാക്സ് ഓൺ മൂൺ. ഈ ഹെഡ്ലൈനിൽ എ വുമൺ എന്നോ ദ വുമൺ എന്നോ ചേർക്കേണ്ടതായിരുന്നു, പക്ഷേ അത് ചേർത്തില്ല. അതുപോലെ തന്നെ ഓൺ മൂൺ എന്നിടത്ത് ഓൺ ദ മൂൺ എന്ന് സാധാരണഗതിയിൽ ചേർക്കേണ്ടതാണ്. പക്ഷേ ഒരു ഹെഡ്ലൈൻ ആയതുകൊണ്ട് അതിൽ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ദ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇസ് യൂസ്ഡ് ഫോർ ബോത്ത് പ്രസന്റ് ആൻഡ് പാസ്റ്റ് ഇവന്റ്സ്. പ്രസന്റ് ഇവന്റ് അല്ലെങ്കിൽ പാസ്റ്റ് ഇവന്റ്, ഇത് രണ്ടും കാണിക്കാൻ സിമ്പിൾ പ്രസന്റ് വേർബുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പാസ്റ്റ് ടൈമിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ന്യൂസ് ഹെഡ്ലൈനിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. പാസ്റ്റ് വേർബ് ഉപയോഗിക്കുന്നത് പാസീവുകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു എക്സാമ്പിൾ കാണാം. ടൈഗർ അറ്റാക്സ് വില്ലേജസ് എന്നുള്ള ഈ ഹെഡ്ലൈനിൽ ടൈഗർ അറ്റാക്സ് എന്ന് പറയുമ്പോൾ ടൈഗർ അറ്റാക്ക്ഡ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ടൈഗർ ഗ്രാമീണരെ ആക്രമിച്ചു എന്നാണ് പാസ്റ്റ് സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ അറ്റാക്സ് എന്നുള്ള എസ് ഫോം സിമ്പിൾ പ്രസന്റ് വേർബ് ഫോമാണ് ഉപയോഗിച്ചത് എന്ന് ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ, ബേപ്പൂർ സുൽത്താൻ പാസസ് അവേ എന്ന ഹെഡ്ലൈനിൽ ബേപ്പൂർ സുൽത്താൻ പാസ്ഡ് അവേ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ പാസസ് എന്നുള്ള പ്രസന്റ് എസ് ഫോം വേർബ് ഉപയോഗിച്ചിരിക്കുന്നു. ഇതാണ് രീതി. പാസ്റ്റ് വേർബുകൾ ഉപയോഗിക്കുന്നത് പാസീവ് വോയിസിലുള്ള കൺസ്ട്രക്ഷനെ സൂചിപ്പിക്കാനാണ്. നെക്സ്റ്റ്, ടു ഇൻഫിനിറ്റീവ് ഫോംസ് ആർ യൂസ്ഡ് ടു റെഫർ ടു ദ ഫ്യൂച്ചർ. ഫ്യൂച്ചർ ടൈമിലെ സംഭവങ്ങളെ സൂചിപ്പിക്കാൻ ടു ഇൻഫിനിറ്റീവ് ഫോംസ് ആണ് ഹെഡ്ലൈൻസിൽ ഉപയോഗിക്കുക. സാധാരണഗതിയിൽ നാം വിൽ ഓർ ഷാൽ ഉപയോഗിച്ച് ഫ്യൂച്ചർ ടെൻസ് ഫോം ചെയ്യാറുണ്ട്. എന്നാൽ ഹെഡ്ലൈനുകളിൽ നാം ടു ഇൻഫിനിറ്റീവ് ചേർക്കും. ഒരു ഉദാഹരണം കാണാം. പാർലമെന്റ് ടു മീറ്റ് ടുമോറോ. പാർലമെന്റ് ടു മീറ്റ് ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ പാർലമെന്റ് സമ്മേളിക്കും, ഒരു ഫ്യൂച്ചർ ഇവന്റ് ആണ്. ഇതിൻ്റെ അർത്ഥം പാർലമെന്റ് വിൽ മീറ്റ് ടുമോറോ എന്ന് തന്നെയാണ്. പക്ഷെ വിൽ മീറ്റ് എന്നതിന് പകരം ടു മീറ്റ് എന്ന ടു ഇൻഫിനിറ്റീവ് ചേർത്തത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, verb be forms are omitted from passive constructions, leaving only past participles. ഒരു പാസീവ് വോയിസിലുള്ള ഹെഡ്ലൈൻ നിർമ്മിക്കുമ്പോൾ ആ വേർബ് കൺസ്ട്രക്ഷനിൽ നിന്ന് വേർബ് ബി ഫോമുകൾ ഒഴിവാക്കും. വേർബ് V3 ഫോം മാത്രം നിലനിർത്തുകയും ചെയ്യും. അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഹെഡ്ലൈനിൽ നിലനിർത്തും. വാസ്, വേർ, ആം, ഈസ്, ആർ തുടങ്ങിയ ബി ഫോമുകൾ ഒഴിവാക്കും. എക്സാമ്പിളുകൾ കാണാം. പോലീസ്മാൻ ബീറ്റൺ ടു ഡെത്ത് ബൈ മോബ്. ഇതൊരു പാസീവ് കൺസ്ട്രക്ഷനാണ്. ജനങ്ങളുടെ അടിയേറ്റ് പോലീസുകാരൻ കൊല്ലപ്പെട്ടു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ പോലീസുകാരൻ അടിച്ചു കൊല്ലപ്പെട്ടു. പോലീസ്മാൻ വാസ് ബീറ്റൺ എന്നായിരുന്നു യഥാർത്ഥ ഫോം. പക്ഷെ ഹെഡ്ലൈനിൽ വന്നപ്പോൾ അത് പോലീസ്മാൻ ബീറ്റൺ, ആ ബീറ്റൺ എന്നുള്ള V3 മാത്രം വെച്ച് വാസ് ഒഴിവാക്കി. ഇനി മറ്റൊരു എക്സാമ്പിൾ, തീഫ് കിൽസ് പോലീസ്മാൻ. ഇവിടെ കള്ളൻ പോലീസുകാരനെ കൊന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. കൊന്നു എന്നുള്ള കിൽഡ് എന്നുള്ള പാസ്റ്റ് അർത്ഥമാണ് ഇതിനുള്ളത്. പക്ഷേ ഉപയോഗിച്ചിരിക്കുന്നത് കിൽസ് എന്നുള്ള സിമ്പിൾ പ്രസന്റ് വേർബ് രൂപമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പാസ്റ്റ് ആക്ഷനിലേക്കും പ്രസന്റ് ആക്ഷനിലേക്കും സൂചന നൽകാൻ നാം സിമ്പിൾ പ്രസന്റ് വേർബ് ഫോം തന്നെയാണ് ഉപയോഗിക്കുക. അഥവാ നാം ഒരു പാസ്റ്റ് വേർബ് രൂപം ഉപയോഗിക്കുകയാണെങ്കിൽ അത് മിക്കപ്പോഴും പാസീവായിട്ട് തെറ്റിദ്ധരിക്കപ്പെടും. പാസീവ് വേർബുകൾ ഉണ്ടാക്കാൻ നമുക്കറിയാം, വേർബ് ബിയോടൊപ്പം വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ V3 ഫോമാണ് ഉപയോഗിക്കുക. ധാരാളം വേർബുകൾക്ക് V2-ഉം V3-യും ഒരുപോലെയായിരിക്കും രൂപമുണ്ടായിരിക്കുക. ഉദാഹരണത്തിന് കിൽ എന്നത് തന്നെ. കിൽഡ് എന്ന് പറഞ്ഞാൽ ദ തീഫ് കിൽഡ് എന്നാണ് പറഞ്ഞതെങ്കിൽ അതിൻ്റെ അർത്ഥം തീഫ് വാസ് കിൽഡ്, കള്ളൻ കൊല്ലപ്പെട്ടു എന്നായിരിക്കും അതിൻ്റെ അർത്ഥം വരിക. ഈ അർത്ഥവ്യത്യാസം സംഭവിക്കുന്നത് പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, ദ ഫീച്ചേഴ്സ് ഓഫ് എ ന്യൂസ് റിപ്പോർട്ട്. ഒരു ന്യൂസ് റിപ്പോർട്ടിൻ്റെ പ്രത്യേകതകൾ, അതിലടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ. പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് ഒരു ന്യൂസ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കേണ്ടത്. 1 ഹെഡ്ലൈൻ, 2 ബൈലൈൻ, 3 പ്ലേസ് ലൈൻ, 4 ദ ലീഡ്, 5 ദ ബോഡി. ഇതിൽ ഹെഡ്ലൈനിനെ കുറിച്ച് നാം വിശദമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബൈലൈൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ഡേറ്റും റിപ്പോർട്ടറെ കുറിച്ചുള്ള വിവരവും. അതായത് ഏത് ഡേറ്റിലാണ് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ആരാണ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ മോഡേൺ ന്യൂസ് റിപ്പോർട്ടുകളിലൊന്നും എല്ലാ ന്യൂസ് ആർട്ടിക്കിളിലും നമുക്ക് ഇതേപോലെ ബൈലൈൻ കാണാറില്ല എന്ന് കരുതി നാം ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നാം ബൈലൈൻ അറിഞ്ഞിരിക്കണം. നമ്മുടെ ആൻസറുകളിൽ അത് രേഖപ്പെടുത്തണം. ഹെഡ്ലൈൻ കഴിഞ്ഞ് തൊട്ട് താഴെയാണ് നാം ഡേറ്റ് ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റാഫ് റിപ്പോർട്ടർ ഇതുപോലുള്ള റിപ്പോർട്ടറെ കുറിച്ച വിവരവും ചേർക്കേണ്ടത്. ഇതാണ് ബൈലൈൻ. മൂന്നാമത്തത് പ്ലേസ് ലൈൻ. പ്ലേസ് ലൈൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എവിടെയാണ് ന്യൂസിനാസ്പദമായ സംഭവം നടന്നത്, അതല്ലെങ്കിൽ എവിടെ നിന്നാണ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.
ഈ സ്ഥലം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ദ ലീഡ് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. ദ ലീഡ് എന്ന് പറഞ്ഞാൽ മെയിൻ വാർത്തകൾ, മെയിൻ പോയിന്റ്സ് ഉൾപ്പെടുന്ന, പ്രധാന വാർത്തകൾ ഉൾപ്പെടുന്ന ഒരു ചെറിയ പാരഗ്രാഫാണ്. 1-2 സെന്റൻസുകളിൽ നമുക്കത് ഒതുക്കാം. ഈ ലീഡ് പാരഗ്രാഫ് വായിച്ചാൽ പ്രധാനമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളിൽ മിക്കതിൻ്റെയും ആൻസർ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഏതാണ് 5 ചോദ്യങ്ങൾ? ഹൂ, വെൻ, വേർ, വൈ, ഹൗ തുടങ്ങിയ ആര്, എപ്പോൾ, എവിടെ, എങ്ങനെ, എന്തിന് ഈ സംഭവങ്ങളൊക്കെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച ചോദ്യങ്ങളുടെ ആൻസേഴ്സ് നമുക്ക് ലീഡ് പാരഗ്രാഫിൽ നിന്ന് ലഭിക്കും. അത് കഴിഞ്ഞ് വിശദമായ വാർത്തകൾ കൊടുക്കുന്നതാണ് ദ ബോഡി. 1-2 പാരഗ്രാഫിൽ നമുക്ക് വാർത്തകളെ വിശദീകരിക്കാം. ഇനി ദ ബോഡി എന്നുള്ള ഭാഗത്ത് നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിലുള്ള സംഭാഷണങ്ങളോ അല്ലെങ്കിൽ കൊട്ടേഷനുകളോ ഉൾപ്പെടുത്താം. ഉദാഹരണത്തിന്, ഒരു റിപ്പോർട്ടർ സംഭവ സ്ഥലത്ത് സന്ദർശിക്കുന്നു, അവിടെ സംഭവത്തിന് സാക്ഷികളായവരുമായിട്ട് സംസാരിക്കുന്നു, അവരുടെ വാക്കുകൾ അല്ലെങ്കിൽ സംഭവത്തിൽ ഉൾപ്പെട്ട വ്യക്തികളുടെ വാക്കുകൾ അവരുടേതായ ഡയറക്റ്റ് സ്പീച്ചിൽ ഇൻവെർട്ടഡ് കോമയിൽ ഉൾപ്പെടുത്തുന്ന രീതിയും ഉണ്ട്. നമുക്ക് 1-2 ന്യൂസ് റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാം. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പ്ലേസ് ലൈൻ നാം ചേർക്കുന്നത് ദ ലീഡ് എന്നുള്ള ആ മെയിൻ പാരഗ്രാഫിൻ്റെ തുടക്കത്തിലാണ്. അതായത് പ്ലേസ് എഴുതി കഴിഞ്ഞ് കോളൻ എന്നുള്ള പങ്ക്ച്വേഷൻ മാർക്ക് ചേർത്ത് ഉടനെ തന്നെ ദ ലീഡ് എന്നുള്ള പാരഗ്രാഫ് എഴുതി തുടങ്ങണം. അല്ലാതെ പ്ലേസ് മാത്രം ഒറ്റയ്ക്ക് ഒരു വരിയായിട്ട് നിർത്തരുത്. We have here 2 questions to make news reports. Question 1. Imagine that the snake in the story, The Snake and the Mirror, bit the doctor and he died. Prepare a news report of the incident. നമുക്കിവിടെ ന്യൂസ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി 2 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന്, ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന അധ്യായത്തിലെ അതിൽ പരാമർശിക്കുന്ന ആ സ്നേക്ക് ആ ഡോക്ടറെ കടിച്ചു, അദ്ദേഹം മരണപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക. Question 2. When Mr. Thorax opened the door of the cage, the tiger became violent and charged straight at the villagers with a loud roar. മിസ്റ്റർ തോറക്സ് കടുവയുടെ കൂട് തുറന്നപ്പോൾ അത് അലറിക്കൊണ്ട് അവിടെ കൂടിയിരുന്ന ഗ്രാമീണർക്ക് നേരെ കുതിച്ചു ചാടി. ഇമാജിൻ യു ആർ എ ന്യൂസ് റിപ്പോർട്ടർ ആൻഡ് വിറ്റ്നസ് ദി ഇൻസിഡൻറ്റ്. നിങ്ങൾ ഒരു ന്യൂസ് റിപ്പോർട്ടർ ആണെന്ന് സങ്കല്പിക്കുക. ഈ സംഭവത്തിന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചു എന്നും കരുതുക. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് എബൌട്ട് ദി ഇൻസിഡൻറ്റ്. ആ സംഭവത്തെക്കുറിച്ച് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക. എന്നീ 2 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ആൻസർ ഇതാണ്: ഡോക്ടർ ഡൈസ് ഓഫ് സ്നേക്ക് ബൈറ്റ്. ഈ ന്യൂസ് റിപ്പോർട്ടിന് നാം ഒരു ഹെഡ്ലൈൻ കൊടുത്തത് ശ്രദ്ധിക്കുക. ഡോക്ടർ പാമ്പുകടിയേറ്റ് മരണപ്പെട്ടു എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷേ ഡൈഡ് എന്ന് ഉപയോഗിച്ചില്ല, ഡൈസ് എന്നുള്ള സിമ്പിൾ പ്രസൻറ്റ് എസ് ഫോം വേർബ് ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക. ഹെഡ്ലൈൻ കഴിഞ്ഞ് തൊട്ട് താഴെ ഡേറ്റും റിപ്പോർട്ടറെയും മെൻഷൻ ചെയ്തിരിക്കുന്നു. വെനസ്ഡേ 10th March 2021, സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന രൂപത്തിൽ. ദെൻ മൂന്നാമത്തെ ഘടകം നാം നേരത്തെ മനസ്സിലാക്കിയതാണ് പ്ലേസ് ലൈൻ. കൊച്ചി എന്നുള്ള പ്ലേസ് കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് കോളൻ കൊടുത്ത് ലീഡ് പാരഗ്രാഫാണ് നമുക്ക് ആദ്യം വേണ്ടത്. അത് ചേർത്തത് ശ്രദ്ധിക്കുക. ഡോക്ടർ മുഹമ്മദ് ബഷീർ 28, a young homeopath, died of a snake bite last night here at the city hospital. He was bitten by a cobra at his residence. ലീഡ് പാരഗ്രാഫ് കഴിഞ്ഞു. ഇനി ബോഡി ഓഫ് ദ ന്യൂസ്. Dr. Bashir was a native of Kozhikode and was practicing in a private clinic in Kochi. He was unmarried and was staying alone in a rented house.
While he was reading in the night, a full-blooded cobra fell down from the roof and landed on his shoulder. He was very frightened, and in the frantic efforts to escape from the cobra, it bit him. ഈ വായിച്ച വാർത്തകളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് കാര്യം മനസ്സിലായിരിക്കും. തുടർന്ന് വായിക്കുക. After a while, when the cobra left him and moved towards a nearby mirror, he ran out and reached his friend's house. He explained everything to his friends, and they took him to hospital immediately, but they could not save his life. ഇത്രയും വിശദമായ വാർത്തകൾ നാം ഇവിടെ വായിച്ചു, അല്ലെങ്കിൽ നാം എഴുതി ചേർത്തു. ഇനി നാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ബോഡി ഓഫ് ദ ന്യൂസ്, ഈ വിശദമായ വാർത്തകളുടെ കൂട്ടത്തിൽ നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിലെ സംഭാഷണങ്ങളോ അഭിപ്രായങ്ങളോ ചേർക്കാമെന്ന്. ഇവിടെ ചേർത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഹി വാസ് എ ഫ്രണ്ട്ലി ആൻഡ് ഹ്യൂമറസ് യങ് മാൻ. അദ്ദേഹം വളരെ സൗഹൃദമുള്ള, വളരെ സരസനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഹി വാസ് വെരി അംബീഷ്യസ് ഓഫ് ഹിസ് കരിയർ ആൻഡ് ഡ്രീംഡ് ഓഫ് എ ഹാപ്പി മാരിഡ് ലൈഫ് ടു. തൻ്റെ തൊഴിലിനെ കുറിച്ചൊക്കെ വളരെയധികം പ്രതീക്ഷകളും ആഗ്രഹങ്ങളും വെച്ച് പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല, ഒരു കുടുംബജീവിതം, ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. ബട്ട് എവറിത്തിങ് എൻഡഡ് അൺഎക്സ്പെക്റ്റഡ്ലി. പക്ഷെ എല്ലാം വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെ അവസാനിച്ചു പോയല്ലോ. ഹിസ് ഫ്രണ്ട്സ് ലാമെന്റഡ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വിലപിച്ചു. ഇത് ആ റിപ്പോർട്ടർ എഴുതി ചേർത്തതാണ്. അദ്ദേഹം അത് ഇൻവെർട്ടഡ് കോമയിൽ ചേർത്തിരിക്കുന്നു. ഇത് ഹിസ് ഫ്രണ്ട്സ് ലാമെന്റഡ്. ആ ഡോക്ടറുടെ സുഹൃത്തുക്കൾ വേദനയോടുകൂടി പറഞ്ഞു എന്നുള്ളത് അവരുടെ വാക്കുകളായിട്ട് എഴുതി ചേർത്തിരിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ന്യൂസ് റിപ്പോർട്ടുകളിൽ ചേർക്കാം. ദ സെക്കൻഡ് ന്യൂസ് റിപ്പോർട്ട്, രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്ന ന്യൂസ് റിപ്പോർട്ട്. ടൈഗർ ഗോസ് വയലന്റ് അറ്റ് ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന ഹെഡ്ലൈൻ കൊടുത്തത് ശ്രദ്ധിക്കുക. ഇവിടെയും ടൈഗർ ഗോസ് വയലന്റ് എന്നാണ് നാം ചേർത്തത്. ടൈഗർ വയലന്റ് ആയി എന്നാണ് ഇതിൻ്റെ അർത്ഥം. പാസ്റ്റ് ഇവൻ്റാണ്, പക്ഷേ സിമ്പിൾ പ്രസൻറ്റ് വേർബ് ചേർത്തത് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ തെറ്റിദ്ധരിക്കരുത്, എല്ലാ വേർബും എസ് ഫോമിൽ വേണമെന്ന്. ഗോസ് എന്ന് ചേർക്കാൻ കാരണം സബ്ജക്റ്റ് ടൈഗർ എന്നുള്ള സിംഗുലർ ആയതുകൊണ്ടാണ്. ടൈഗേഴ്സ് എന്ന് പ്ലൂറൽ ആയിരുന്നുവെങ്കിൽ ടൈഗേഴ്സ് ഗോ വയലന്റ് എന്ന് ചേർക്കുമായിരുന്നു. അത് സാധാരണ ഗ്രാമർ റൂൾ തന്നെയാണ്. ഹെഡ്ലൈൻ കഴിഞ്ഞ് തൊട്ട് താഴെ ബൈലൈൻ, ഡേറ്റും റിപ്പോർട്ടറെയും മെൻഷൻ ചെയ്തിരിക്കുന്നു. വെനസ്ഡേ 10 മാർച്ച് 2021, സ്റ്റാഫ് റിപ്പോർട്ടർ. മൂന്നാമത്തെ ഘടകം പ്ലേസ് ലൈൻ. കൊൽക്കത്ത എന്ന പ്ലേസ് കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് കോളൻ പങ്ക്ച്വേഷൻ മാർക്ക് കൊടുത്തു. ഇനി ദ ലീഡ് പാരഗ്രാഫാണ്. മെയിൻ പോയിന്റ്സ്. പ്ലേസ് കഴിഞ്ഞ് നേരെ എഴുതി ചേർത്തത് ശ്രദ്ധിക്കുക. The shooting of Satyajit Ray's long-awaited film Gooby Gain Bagabain began yesterday at Nottingham. At the shooting location, the tiger they brought for shooting became violent and charged at the audience. No one is reported to have been attacked by the tiger. എന്നുള്ള ലീഡ് പാരഗ്രാഫ് വായിക്കുക. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങൾ ഇവിടെ നിന്ന് തന്നെ ലഭിക്കും. മെയിൻ പോയിന്റ്സ് വിശദീകരിക്കുന്ന ദ ലീഡ് പാരഗ്രാഫ് കഴിഞ്ഞു. ഇനി ന്യൂസ് ഇൻ ഡീറ്റെയിൽ. ബോഡി ഓഫ് ദി ന്യൂസ്. In the film, there is a scene of the heroes Gooby and Baga meeting a tiger in a forest. Ray and his team brought a tiger to the shooting location from the Bharat Circus to shoot this scene. When the trainer opened its cage, the ferocious animal suddenly turned violent and charged at the spectators. The trainer, Mr. Torres, pathetically tried to bring the tiger under control, but he could not do it. It created fearful scenes for a short while, but did not attack anyone.
After some time, the tiger calmed down. Immediately, Ray and his team managed to take their required shots successfully. ഇത്രയും കഴിഞ്ഞ് നാം നേരത്തെ സൂചിപ്പിച്ച പോലെ റിപ്പോർട്ടർ അവിടെ നിന്ന് സത്യജിത് റേയെ കാണുന്നു. അദ്ദേഹത്തോട് ഷൂട്ടിങ്ങിനെ കുറിച്ച് അതുപോലെ തന്നെ ആ ടൈഗറിൻ്റെ മിസ്ബിഹേവിയറിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. റേ പറയുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളായിട്ട് ഈ ന്യൂസ് റിപ്പോർട്ടിൽ ഡയറക്റ്റ് സ്പീച്ചിൽ കൊടുത്തിരിക്കുന്നു, ഇൻവെർട്ടഡ് കോമയിൽ. അതും ശ്രദ്ധിക്കുക. ഇതെല്ലാം ബോഡി ഓഫ് ദ ന്യൂസിൻ്റെ ഭാഗമാണ്. When asked about the incident, Mr. Ray expressed his relief and said, ഈ സംഭവത്തെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ റേ അദ്ദേഹത്തിൻ്റെ ആശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, We were very shocked and disappointed at the unexpected behavior of the tiger. We had taken much trouble to get a tiger and bring it to the shooting location. For a moment, we thought all our effort went in vain. Anyhow, we have managed to take the required shots and hope everything will be fine. ഇത്രയും കാര്യങ്ങൾ റേ നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ന്യൂസ് ഹെഡ്ലൈൻ തയ്യാറാക്കുമ്പോൾ അതിലെ ഗ്രാമർ, അതിൻ്റെ സ്റ്റൈൽ ശ്രദ്ധിക്കുക. ന്യൂസ് റിപ്പോർട്ടിൽ 5 പ്രധാന ഘടകങ്ങൾ അടങ്ങിയിരിക്കണം. അത് അതിൻ്റേതായ ക്രമത്തിൽ രേഖപ്പെടുത്തുക. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിരിക്കും എന്ന വിശ്വാസത്തിൽ നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് എജുസ്പോർട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.